നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു. റിയാസ് മറാത്താണ് അനോമി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഥയും തിരക്കഥയുമെല്ലാം റിയാസ് മറാത്തിൻ്റേത് തന്നെയാണ്. കഥയിലേക്ക് വന്നാൽ, ഫോറൻസിക് ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടി അവളുടെ മാതാപിതാക്കൾ ഒരു അപകടത്തിൽ മരിച്ചുപോയിരുന്നു. ആ അപകടം നേരിട്ട് കണ്ട അവളുടെ അനുജൻ്റെ മാനസിക നില തെറ്റുന്നു. അവനെ തിരികെ കൊണ്ടുവരാനുള്ള അവളുടെ ശ്രമങ്ങളും അതേ തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും അതിൻ്റെ കാരണമറിയാനുള്ള അവളുടെ അന്വേഷണാത്മക യാത്രയുമൊക്കെയാണ് സിനിമയുടെ കാതൽ. ഈ സിനിമയിൽ ഒരു സീരിയൽ കില്ലറുണ്ട്. അയാളെ പിന്തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായി റഹ്മാൻ എത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസ്റ്റ് ലൈഫ് ട്രോമയൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ സീരിയൽ കില്ലറെ പിന്തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പരക്കം പാച്ചിലുകൾ, ഇങ്ങനെയുള്ള കഥപറച്ചിൽ രീതിയൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത തോന്നിയതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടറായ ഹർഷവർദ്ധൻ രാമേശ്വറാണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സുജിത് സാരംഗാണ് ഇതിൻ്റെ ഛായാഗ്രഹണം. ഇത് രണ്ടും നന്നായി മികച്ചു നിന്നു. കിരൺദാസ് എഡിറ്റിങ്ങിൽ മോശമാക്കിയിട്ടില്ലെങ്കിലും ആദ്യ പകുതിയിൽ അല്പം വേഗത ആകാമായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും തരാതെയാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. വില്ലൻ ആരായിരിക്കാമെന്നൊരു ക്ലൂ ഒക്കെ ആദ്യമേ തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ കഥ പറച്ചിലിൻ്റെ രീതി മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. സയൻസ് ഫിക്ഷൻ, ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കാണ് സിനിമ പോകുന്നത്. പ്രേക്ഷകരെ കൺവിൻസിങ് ആക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു സംവിധായകനും എഴുത്തുകാരനും എന്ന നിലയിൽ റിയാസ് മറാത്ത് വിജയിച്ചു എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതിൻ്റെ പ്രവചനാതീതമായ ശക്തി എന്നിവയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. 2 ദിവസം മുൻപാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് വ്യത്യസ്തമായ ഒരു പരീക്ഷണ ചിത്രമാണ്. ഇതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. അതുകൊണ്ട് തിയേറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ഡോൾബി അറ്റ്മോസ് തന്നെ തിരഞ്ഞെടുക്കുക. ഭാവനയുടെയും റഹ്മാൻ്റെയും അടുത്ത കാലത്ത് കണ്ടതിൽ മികച്ച പെർഫോമൻസാണ് ഇതിലുള്ളത്. സീരിയൽ കില്ലറായി വന്ന മനുഷ്യൻ പറയുന്നൊരു ഡയലോഗുണ്ട്: മതവും രാഷ്ട്രീയവും കൂട്ടിക്കെട്ടി ഒരുപോലെ ഉപകരണങ്ങളാക്കി സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന രാഷ്ട്രീയക്കാർക്കുള്ള വിമർശനമായിട്ട് അത് സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. വിഷ്ണു അഗസ്ത്യയുടെ ചില സീനുകൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അർജുൻ ലാലും തരക്കേടില്ലായിരുന്നു. ഷെബിൻ ബെൻസനാണ് കൂട്ടത്തിൽ നന്നായി പെർഫോം ചെയ്തതെന്ന് തോന്നിയത്. ആൻഡ്രിയ പാടിയ ഒരു സോങ്ങും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. റിവ്യൂ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായിട്ട് പിന്നെ വരാം.